ഷാർജ എമിറേറ്റിൽ ഷാർജ ടൗണിൽ നിന്നും ഏകദേശം 60 കിലോമീറ്റർ അകലെയായി ഫുജൈറയിലേക്ക് പോകുന്ന വഴിയിൽ ഷാർജയുടെ മരുഭൂമിയുടെ ഉള്ളിലായി സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹരമായ ഗ്രാമപ്രദേശമാണ് അൽ ദെയ്ദ്. ചരിത്രപ്രധാനമായ ഒരുപാട് സവിശേഷതകളുള്ള നിലവിൽ തന്നെ UAE-യിലെ തന്ത്രപ്രധാനമായ ഒരു പ്രദേശം എന്ന് വേണമെങ്കിൽ നമുക്ക് അൽ ദെയ്ദിനെ പറ്റി പറയാം. ഇവിടെ നിന്ന് ഫുജൈറയിലേക്കും ഉമ്മുൽ ഖുവൈനിലേക്കും റാസൽ ഖൈമയിലേക്കും അല്ലൈൻ്റെ ചില ഭാഗങ്ങളിലേക്കും ദുബൈയിലേക്കും ഷാർജയിലേക്കുമൊക്കെ ഏകദേശം ഒരേ യാത്രാദൂരമാണ് ഉള്ളത്. ആയിരത്തി 1820 നിർമ്മിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന ദെയ്ദിലെ ഒരു പഴയ കോട്ട പുനരുദ്ധരിച്ചിട്ടുണ്ട്. ആ കോട്ടയുടെ ചുറ്റുവട്ടത്തിലാണ് ഇന്ന് ഞങ്ങളുള്ളത്. അപ്പോൾ കാലിക്കോപ്പയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. നമുക്ക് ദെയ്ദിലെ കോട്ടയുടെ ഉള്ളിലേക്ക് പോയിട്ട് അതിനുള്ളിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. അതിനു മുമ്പ് ശ്രദ്ധയിൽപ്പെട്ടൊരു കാര്യമാണ് ഈ കുഴിയുടെ ഉള്ളിൽ ഇതൊരു മാൻഹോൾ പോലെ നിർമ്മിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഒരു വാട്ടർ സ്ട്രീമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ സ്ട്രീം ആ കോട്ടയിൽ നിന്ന് ഇങ്ങനെ ആ ഭാഗത്തു നിന്ന് ആരംഭിച്ച് ഇങ്ങനെ താഴേക്ക് പോകുന്ന ഒരു വാട്ടർ സ്ട്രീമായിട്ടാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ദെയ്ദിനെ സംബന്ധിച്ചിടത്തോളം ദെയ്ദ് സമൃദ്ധമായ ഒരു പഴയ ഗ്രാമമാണ്. പച്ചക്കറികൾ കൊണ്ടും വിവിധ ഇനം ഈത്തപ്പഴങ്ങളുടെ കൃഷികൾ കൊണ്ടും അതുപോലെ ഫാമുകൾ, ഒട്ടകങ്ങൾ, ആടുകൾ ഇതൊക്കെ കൊണ്ട് സമൃദ്ധമായിരുന്ന ഒരു ഗ്രാമപ്രദേശമായിരുന്നു ദെയ്ദ്. അതുകൊണ്ട് തന്നെ പഴയ കാലഘട്ടത്തിൽ, പുതിയ കാലഘട്ടത്തിലും അങ്ങനെ തന്നെയാണ്, അധികാരമുള്ളവർ അത്തരം സ്ഥലങ്ങളിൽ നോട്ടം വയ്ക്കുകയും അത് തങ്ങളുടെ അധികാര പരിധിയിലാക്കാനുള്ള ശ്രമങ്ങളൊക്കെ പഴയ ഗോത്ര ജീവിതത്തിലൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചരിത്രപ്രധാനമായ വ്യത്യസ്തമായ ഗോത്ര നേതൃത്വങ്ങൾ തമ്മിൽ ഇതിൻ്റെ പേരിൽ കലഹങ്ങളും പോരാട്ടങ്ങളും ഒക്കെ നടന്നിട്ടുള്ള ഒക്കെ ചരിത്രമുള്ള ആ ഒരു അധികാര പരിധിയെ നിർണയിച്ചിരുന്ന ഒരു കോട്ടയുടെ ഭാഗത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് എന്ന് കൂടി കൂട്ടത്തിൽ നമ്മൾ ഓർക്കണം. ഈ റൂം ഒരു മദ്ബസ അതിൻ്റെ ഒരു മോഡലാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ ഡേറ്റ് പ്രോസസ്സ് ചെയ്യുന്ന, ഈത്തപ്പഴങ്ങൾ പ്രോസസ്സ് ചെയ്യുന്ന ഒരു യൂണിറ്റാണ്. എന്താ ഈ പനയുടെ ചാക്കിനുള്ളിൽ, പനമ്പട്ട കൊണ്ടുണ്ടാക്കി ഈ ചാക്കിനുള്ളിലൊക്കെ നിറച്ച് വെച്ചിട്ടുള്ളത് ഈത്തപ്പഴമാണ്. ആ ഈത്തപ്പഴം ഇങ്ങനെ ശേഖരിച്ച് വെച്ച് അതിൽ നിന്ന് നീരിങ്ങനെ ഇറങ്ങി ഇത് അവിടെ താഴെ ഒരു കുടം വെച്ചിട്ടുണ്ട്. ആ കുടത്തിൽ ഈത്തപ്പഴത്തിൻ്റെ സിറപ്പ്, അതിൻ്റെ നീര് ശേഖരിക്കുന്ന പഴയ കാലത്തെ ഇവരുടെ ഏറ്റവും അമൂല്യമെന്ന് പറയപ്പെടാവുന്ന ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഈ ഫോർട്ട് നിൽക്കുന്ന സ്ഥലം 5-8 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പോലീസ് സ്റ്റേഷനായിരുന്നു. ഈ ഫോർട്ടിൻ്റെ പുനരുദ്ധാനവുമായി ബന്ധപ്പെട്ട് ഈ പോലീസ് സ്റ്റേഷനൊക്കെ വേറെ സ്ഥലത്തേക്ക് പോവുകയും ഫോർട്ട് ഈ ഏരിയയിൽ ഈ ഒരു ഫോർട്ട് റീകൺസ്ട്രക്ട് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ വീഡിയോ ഒരു അക്കാഡമിക് വീഡിയോ അല്ലാത്തതുകൊണ്ടും ഒരു സാധാരണ യാത്രാ വീഡിയോ ആയതുകൊണ്ടും ഇതിൽ വളരെ പരിമിതമായ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ കോട്ടയിൽ ഒരുപാട് വിജ്ഞാനപ്രദമായ കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ചരിത്രം, ചരിത്രാതീത കാലം, ചരിത്രാവശിഷ്ടങ്ങൾ, പഴയ കാലത്തെ ജീവിതം, അവരുടെ ജീവനോപാധികൾ, അവരുപയോഗിച്ചുകൊണ്ടിരുന്ന ഉപകരണങ്ങൾ, അവരുടെ ജീവിത പരിസരങ്ങൾ, ഇതിനെ പറ്റിയിട്ടൊക്കെ അറിയാൻ താല്പര്യമുള്ള ആളുകൾക്ക് കുറച്ച് സമയം ചെലവഴിച്ച് തന്നെ ഒരുപാട് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ പറ്റിയ ഡിസ്പ്ലേകളും ധാരാളം ഇൻഫർമേഷനുകളും ഈ കോട്ടയുടെ വിവിധ ഭാഗങ്ങളിലായിട്ട് പ്രദർശിപ്പിച്ചിട്ടുണ്ട്, സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പഴയകാല അറബ് ജീവിതങ്ങൾ, ചുരുങ്ങിയത് ഒരു 200 കൊല്ലം മുമ്പെങ്കിലും, അല്ലെങ്കിൽ 1820 നിർമ്മിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ 200 കൊല്ലം മുമ്പെങ്കിലുമുള്ള അറബ് ജീവിതത്തിൻ്റെ, പ്രത്യേകിച്ച് ദെയ്ദിൻ്റെ ഒരു പരിസരത്തെ സംബന്ധിക്കുന്ന ഒരു ധാരണയൊക്കെ, അവരുടെ ജീവിത സാഹചര്യങ്ങളെ സംബന്ധിക്കുന്ന ഒരു ധാരണയും ഒരു ഹിസ്റ്റോറിക്കൽ ഇൻഫർമേഷനും ഒക്കെ ഇവിടെ ഉറപ്പായിട്ടുമുണ്ട്. അതൊക്കെ താല്പര്യമുള്ള ആളുകൾക്ക് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താവുന്നതാണ്. നമുക്കും താല്പര്യമുള്ളതാണ്. പക്ഷേ ഈ വീഡിയോ ആ നിലയ്ക്ക് നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് മാത്രം. നമ്മൾ കോട്ടയിൽ കയറുന്നതിന് മുമ്പ് പുറത്തുനിന്ന് ഒരു വാട്ടർ സ്ട്രീമിൻ്റെ ഒരു ഫലാജിൻ്റെ ഒരു കാഴ്ച കാണിച്ചു തന്നിരുന്നു. അപ്പോൾ അതിൻ്റെ വലിയൊരു പോർഷൻ നമുക്കിവിടെ കാണാൻ പറ്റും. ഇതിന് എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു എന്ന് യഥാർത്ഥത്തിൽ കൃത്യമായ അറിവില്ല. പ്രകൃതിദത്തമായ വെള്ളം എവിടെ നിന്നോ ഉത്ഭവിക്കുന്ന നീരുറവിൽ നിന്നും ചാല് കീറിയിട്ട് ഇതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ പോവുകയും തൊട്ട് താഴേക്കുള്ള ആ ചെടികൾക്കൊക്കെ അത് ഒരു ഇറിഗേഷൻ സിസ്റ്റമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്നാണ് ഇവിടെ ഡിസ്പ്ലേയിൽ എഴുതി വെച്ചിട്ടുള്ളത്. 4 ടവറാണ് ഈ കോട്ടയ്ക്കുള്ളത്. അതിലൊരു ഏറ്റവും കയറാൻ പറ്റുന്ന ഏറ്റവും ഉയരമുള്ള ഭാഗത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. 2 സ്ക്വയർ ടവറും 2 റൗണ്ട് ഷേപ്പുള്ള ടവറാണുള്ളത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അതിമനോഹരമായ ദെയ്ദ് സിറ്റിയുടെ പ്രധാനപ്പെട്ട ഹിസ്ൻ റൗണ്ട് അബൌട്ട്, ഹിസ്ൻ റൗണ്ട് അബൌട്ട് എന്നാണ് ഈ കാണുന്ന റൗണ്ട് അബൌട്ടിന് പറയുന്നത്. റൗണ്ട് അബൌട്ട് നമുക്ക് കാണാം.
ദെയ്ദിലേറെക്കുറെ നല്ല കാഴ്ചകളൊക്കെ ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റും. ശരിക്കും സന്ധ്യയായി കഴിഞ്ഞാൽ ഈ കോട്ടയുടെ പല ഭാഗങ്ങളിലും ഒരുപാട് ഫുഡ് ട്രക്കും അതുപോലെ ചെറിയ ചെറിയ ഫുഡ് കൗണ്ടേഴ്സ് കഫ്റ്റീരിയസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ കോട്ടയുടെ ചുറ്റുപാടങ്ങളിലായിട്ട് വൈകുന്നേരത്തെ സായന്തനങ്ങൾ ആസ്വദിക്കാനും സമയം ചെലവഴിക്കാനും റിലാക്സ് ചെയ്യാനും ഒക്കെ വരുന്ന ധാരാളം ഫാമിലികൾ നമുക്ക് കാണാൻ കഴിയും. നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് ഉച്ച സമയത്താണ്. കുറച്ച് നമുക്ക് വീഡിയോ എടുക്കുക എന്ന ഉദ്ദേശമുള്ളത് കൊണ്ട് തിരക്കില്ലാത്തൊരു സമയം നോക്കി നമ്മൾ വന്നതാണ്. വൈകുന്നേരങ്ങളിൽ പ്രത്യേകിച്ച് ദെയ്ദിലുള്ള ആളുകൾക്കൊക്കെ ഒരു ഈവനിങ് ഔട്ട് സ്പോട്ട് എന്താണ് ഔട്ടിങ്ങിനുള്ള ഒരു സ്പോട്ട് ആയിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റിയ, ഇപ്പോഴും ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നല്ല സ്ഥലമാണ്. ഫുജേറയിലേക്കുള്ള യാത്ര ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഒരു ഇടത്താവളമായിട്ട് തീർച്ചയായും വന്ന് കാണാനും കുറച്ച് സമയം ചെലവഴിക്കുവാനും ഒന്ന് റിലാക്സ് ചെയ്യുവാനും പിന്നെ വെള്ളമോ ചെറിയ സ്നാക്സോ ഒക്കെ കഴിക്കുവാനും ഒക്കെ പറ്റിയ രസകരമായ ഒരു സ്ഥലം തന്നെയാണ് ഇത്. നമ്മുടെ ആ കോട്ടയിൽ നിന്ന് ആരംഭിക്കുന്ന ആ വാട്ടർ സ്ട്രീം ഫലജ് അത് പല ഇടവഴികളിലൂടെ ഇങ്ങനെ വന്നിട്ട് ഇത് ഇവിടെ എത്തുമ്പോൾ ഒരു ജംഗ്ഷനാണ്. ഇവിടെ നിന്നിട്ട് 3-4 തോട്ടങ്ങളിലേക്ക്, ഇതൊക്കെ ഓരോരോ തോട്ടങ്ങളാണ്. അപ്പോൾ ഓരോ തോട്ടത്തിലേക്കും അത് ഡിവൈഡ് ചെയ്തിട്ട് വെള്ളം പോവാണ്. ഓരോ ചാലിലേക്കും വെള്ളം കയറണോ വേണ്ടെന്ന് തീരുമാനിക്കാൻ ഇവിടെ ഓരോ ഷട്ടറും ഉണ്ട്. അപ്പോൾ ഇത് ഇവരുടെ ഒരു പഴയ ഇറിഗേഷൻ സിസ്റ്റമാണ്. അവിടെ ലേബൽ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് വാട്ടർ അതോറിറ്റിയുടെ അണ്ടറിലുള്ള ഒരു ഫലജാണെന്നുള്ളത്. ദെയ്ദ് ഫലജ് വാട്ടർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ലേബലും ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കാർഷിക ഗ്രാമം എന്ന നിലയ്ക്ക് ദെയ്ദിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പിന്നെ അപ്പുറത്ത് തൊട്ടപ്പുറത്ത് ഫലജിലുമില്ല അവിടെയൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള ധാരാളം ഫലജുകൾ കാണാൻ കഴിയും. പല തോട്ടങ്ങളിലും ഈ തരത്തിലുള്ള ഒരു വാട്ടർ സപ്ലൈ ഇറിഗേഷൻ സിസ്റ്റം ഇപ്പോഴും ഫോളോ ചെയ്യുന്നതും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതെന്താണ് ഫലജ്, അതിൻ്റെ രീതികൾ എങ്ങനെയാണ്, പഴയ കാലത്ത് പമ്പിംഗ് സിസ്റ്റം ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് എങ്ങനെയാണ് തോട്ടങ്ങളിലേക്ക് ആളുകൾ ഇറിഗേഷൻ നടത്തിയിരുന്നത് എന്നൊക്കെ അറിയാത്ത ആളുകൾക്കൊക്കെ കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് നമ്മളത് കൊണ്ടുവന്നിട്ട് കാണിച്ചു കൊടുക്കേണ്ടതാണ്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ദെയ്ദ് ഫോർട്ടിൻ്റെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കണ്ടവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റ് വീഡിയോകളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും അസ്സലാമ.